കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസ്സിൽ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പഴശ്ശി വിപ്ലവമായിരുന്നു ക്ലാസിന്റെ അവസാനം പറഞ്ഞിരുന്നത്. ഇനി കുറിച്യർ ലഹള. കുറിച്യർ ലഹള 1812 നടന്നിട്ടുള്ളത്. എന്താണ് കുറിച്യർ ലഹള? ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള 1812. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. കുറിച്യർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് വയനാട്ടിൽ ഈ ലഹള നടത്തിയത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആര്? കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ ലഹള. 1812 കുറിച്യർ ലഹള നടന്നിട്ടുള്ളത്. 1812 നടന്ന കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങള്: ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. ബ്രിട്ടീഷുകാർ അമിതമായ അധിക നികുതി ചുമത്തി. ഇനി നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു. നികുതി പണമായി തന്നെ അടക്കണമെന്ന് നിർബന്ധിച്ചു. നികുതി അടക്കാൻ കഴിയാത്ത ജനങ്ങളുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കുറിച്യർ കലാപം 1812 നടന്നത്. ഇനി പലപ്പോഴായി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്ത്? കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമാണ്. ഇനി ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബർ ആണ് ഇങ്ങനെ കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇത്രയുമാണ് കുറിച്യർ കലാപത്തെ കുറിച്ചിട്ടുള്ള പ്രധാന പോയിന്റുകൾ. ഇനി അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ തളിക്ഷേത്ര പ്രക്ഷോഭം 1917. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം 1917. തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം 1919. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം 1919. ഇനി പ്രധാനമായിട്ടുള്ളത് മലബാർ കലാപം. 1836 മുതലേ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1836 മുതലേ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തുടർച്ചയായ ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. തുടർച്ചയായി നടന്നിരുന്ന ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ പേരാണ് ലോഗൻ കമ്മീഷൻ. ഇനി മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള ലഹളകളുടെ
അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ച മലബാർ കലക്ടറാണ് വില്യം ലോഗൻ. ഇനി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് ഇദ്ദേഹമാണ്. മലബാർ മാനുവൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ആരാണ്? വില്യം ലോഗനാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ്, മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം 1921 നടന്നിട്ടുള്ളത്. മാപ്പിള ലഹളകളുടെ തുടർച്ചയായിട്ട് 1921 നടന്ന ഈ കലാപമാണ് മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത്. ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂർ ആണ്. അതുകൊണ്ട് ഇത് പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്നുണ്ട്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപമാണ് മാപ്പിള ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം. ഇമ്പോർട്ടന്റ് ആണ്. മലബാർ ലഹളയുടെ കേന്ദ്രം ഏതാണ്? തിരൂരങ്ങാടിയാണ്. മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂരാണ്. മലബാർ ലഹള നടന്ന വർഷം 1921. മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ കർഷകരായ മാപ്പിളമാരാണ്. മലബാർ കലാപം മാപ്പിള കലാപം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ കർഷകരായ മാപ്പിളമാരായതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കളെ ആരൊക്കെയാണ്? മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കളാണ് വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, കോയത്തങ്ങൾ എന്നിവർ. വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജി, കോയത്തങ്ങൾ, അലി മുസ്ലിയാർ തുടങ്ങിയവരാണ് മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ. ഇനി മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആര്? മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാറാണ്. മലബാറിലെ പോരാട്ടങ്ങൾ നടന്നത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ്. മലബാറിലെ പോരാട്ടങ്ങൾ നടന്നത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ്. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏത്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. 1921 നവംബർ 10. വാഗൺ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? 72. വാഗൺ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് 72. ഈ വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. ഇനി 1921 മലബാർ കലാപം പൂക്കോട്ടൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്നുണ്ട്. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. ഈ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ, അതായത് പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് കലാപകാരികളെ പ്രകോപിപ്പിച്ചു. അങ്ങനെയാണ് ഈ പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. 1921 പൂക്കോട്ടൂർ ഗ്രാമത്തിൽ കൃഷിയോഗ്യമായ ഭൂമിയുടെ 60% കൈവശം വെച്ചിരുന്നത് ആ സമയത്ത് നിലമ്പൂർ രാജയായിരുന്നു. ഇനി മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച് കോക്ക്.
മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിറ്റുകോക്കിന്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കവിത എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. ഇനി മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷമാണ് 1929. ഇത്രയുമാണ് മലബാർ കലാപത്തെക്കുറിച്ച് നോക്കാനുള്ളത്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട്ട് എത്തിയ നേതാക്കൾ ആരെല്ലാമാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട്ട് എത്തിയ നേതാക്കളാണ് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും. 1920 ഗാന്ധിജി, ഷൗക്കത്ത് അലി എന്നിവർ 1920 കോഴിക്കോട്ട് എത്തി. ഇനി ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടി നോക്കാം. ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട്ടാണ്. ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട്ട് ആണ്. അടുത്ത ക്ലാസ്സിൽ